Simply a bread omelette. But these little things were more special for us because ഒരു കാലത്ത് ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് തന്നെ കൊടുത്തിരുന്ന ലക്ഷറിയസ് ട്രീറ്റ് ആയിരുന്നു ഈ 2 കഷ്ണം ബ്രെഡും അതിനുള്ളിലെ ഈ മുട്ടയും. യെസ്, ദിസ് മാറ്റേഴ്സ് എ ലോട്ട്. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാവരും വല്ലാണ്ട് വളർന്നിരിക്കുന്നു ഈ 90s കിഡ്സേ. സോ അന്ന് കഴിച്ച സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ബ്ലാക്ക് ലിസ്റ്റഡ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും നമ്മളിലെ മിക്ക ആൾക്കാരും. പക്ഷേ ഇന്നൊരു ഹെൽത്തിയർ വേർഷൻ ഓഫ് ബ്രെഡ് ഓംലേറ്റും ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വായോ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് അനിയൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളകാണ് യൂസ് ചെയ്യണത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യണ്ട കേട്ടോ, കാരണം നമ്മൾ ചതച്ച മുളക് ഇടുന്നുണ്ടല്ലോ. എന്നിട്ടൊരു ബോളിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മുട്ട, ഉപ്പ്, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാൻ വെച്ച് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഹെൽത്തിയർ വേർഷനാണല്ലോ നോക്കണത്. സോ ഈ വൈറ്റ് ഓർ ബ്രൗൺ ബ്രെഡ് അവോയ്ഡ് ചെയ്യണമായിരിക്കും നല്ലത്. ആൻഡ് യൂസ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ബിക്കോസ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ലോ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വേഗം ഒരു പാൻ എടുക്കുക, ഈ 2 ബ്രെഡും ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെ ഓംലേറ്റ് ഉണ്ടാക്കുക. മറിച്ചിടുന്നതിന് മുമ്പ് ബ്രെഡ് 2 വെച്ച് ബോക്സ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വെജീസ് ഡിഫറെൻറ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് വെച്ചാൽ കൂടുതൽ രസമുണ്ടാവും. ഓയിലിൻ്റെയോ സോസുകളുടെയോ അതിപ്രസരം ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഡ്രോപ്പ് എ കമന്റ് ബിലോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്.